ഒരു കേസിലെ പ്രതിയാ സാറിന്റെ മുന്നിൽ ഹാജരാക്കിയതാ. പ്രതിയോ? ഏത് കേസിലെ പ്രതി? രാജുവിന്റെ ആക്സിഡന്റ് കേസാണ് സർ. രാജു ഓടിച്ച കാറിടിച്ചെന്നും മരിച്ചെന്നും ഒക്കെ പറയുന്ന രാജേഷാ ഈ നിൽക്കുന്നത്. സാറിനൊരു പക്ഷേ മുഖപരിചയം ഉണ്ടാവില്ല. രാജുവിനെ കേസിൽ കൊടുക്കാൻ കാശ് വാങ്ങി കീശയിലോട്ടിട്ടപ്പോ ചുരുങ്ങിയ പക്ഷേ ആക്സിഡന്റ് പറ്റിയെന്ന് അവകാശപ്പെട്ട ആളുടെ ഫോട്ടോ എങ്കിലും വാങ്ങിച്ച് കാണണമായിരുന്നു സാർ. അതെടി, ഞാൻ രാജുവിനെ കൊടുക്കാൻ കാശ് വാങ്ങി കീശയിലിട്ടത് തന്നെയാ, ഒരു സംശയവും വേണ്ട. നിനക്കൊന്നും എന്നാ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് കാണണം. ഈ സ്റ്റേഷനിൽ എസ് ഐ ഞാന്. ഇവിടെ ആരാ പ്രതി ആരാ വാദി എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഈ ഞാനൊരു ചുവപ്പ് നാണയിട്ടൊരു ഫയൽ മുറുക്കിയ അതൊരു തന്റെ കഴുത്തിൽ വീണ കുരുക്ക് തന്നെയാ. അതിനു മുകളിൽ അന്വേഷണം നടത്താൻ നീയൊക്കെ ആരാ? CBI-യോ അതോ എൻഫോഴ്സ്മെന്റോ? നീ എന്റെ സബോർഡിനേറ്റാ, അത് ഓർത്തോണം. തൊപ്പി ഞാൻ തെറിപ്പിക്കും. നടക്കില്ല സർ. എന്ത്? എന്റെ തൊപ്പി തെറിപ്പിക്കാൻ സാറ് നോക്കിയാൽ നടക്കില്ല. എന്തിന്റെ പിൻബലത്തിലാ നിന്റെ ഈ നെകളിപ്പ്? നിന്റെ അവിടത്തെ കോളനിയിലെ അന്നന്നത്തെ അന്നത്തിന് മാനം നോക്കുന്ന ദരിദ്രവാസികളുടെയോ അതോ ഏതെങ്കിലും ലോക്കൽ രാഷ്ട്രീയ നേതാവിന്റെയോ? അതുമല്ലെങ്കിൽ അന്നിവിടെ വന്നു കയറിയ ആ ഉണക്ക വാർഡ് മെമ്പറിന്റെയോ? ഋതിക മാഡം, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വർമ്മ സാറിന്റെ മോൾ. ഓഫീസർ, മാഡം, നിങ്ങൾ ചുവപ്പ് നാടിയിട്ട് കുടുക്കിയ കേസുകളുടെ കൂട്ടത്തിൽ ഇനി രാജുവിന്റെ പേരുണ്ടാവാൻ പാടില്ല. ഒപ്പം ഇല്ലാത്ത ആക്സിഡന്റ് സൃഷ്ടിച്ചതിനും കള്ളക്കേസ് വഴി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുക്കണം. ഇയാൾക്കെതിരെ മാത്രമല്ല, ഇയാൾക്ക് പിന്നിൽ ആരൊക്കെയുണ്ടോ അവർക്കെതിരെ എല്ലാം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ മകൾ ഋതിക വർമ്മയായി പറയുന്ന. അച്ഛനെ കൊണ്ട് വിളിപ്പിക്കണോ ഞാൻ? വേണ്ട വേണ്ട വേണം. എങ്കിൽ എല്ലാം പറഞ്ഞതുപോലെ നടക്കണം. ശരി മേഡം, ചെയ്യാം മേഡം. രമ്യ, പിന്നെ വേറൊരു കാര്യം. എന്താ മേഡം? ന്യായത്തിന്റെ പക്ഷത്ത് നിന്നതുകൊണ്ട് മഞ്ജു ചേച്ചിക്കെതിരെ ഒരു പ്രതികാര നടപടിയും ഉണ്ടാകരുത്. ശരി മേഡം. ചേച്ചിയെ ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിച്ച തെറിക്കുന്നത് നിങ്ങളുടെ തൊപ്പിയായിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി മേഡം. ഇവനെ എന്ത് ചെയ്യണം സർ? ഈ മറ്റവന്റെ സില്ലിൽ എങ്ങനെ കൊണ്ടുപോയി തള്ളു. നാശം. അയ്യോ, ഈ പ്രതിയെ ആ സില്ലിലടയ്ക്കാൻ മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടാവോ ആവോ? നടക്കണം അങ്ങോട്ട്. ആഹാ, രാജു വന്നോ? കൊള്ളാലോ.
ഐ എം സോ ഹാപ്പി. വർമ്മ സാറേ, ശരിക്കും ആ ആക്സിഡന്റ് പറ്റിയ ആൾക്ക് നിസ്സാരമായ പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനഃപൂർവ്വം ഋതിക മാഡത്തിന്റെ കാറിന്റെ മുമ്പിലേക്ക് വന്ന് വീണ് നാടകം കളിച്ചതാ. എന്തിന്? എന്തിനാണെന്ന് ഞാൻ അന്വേഷിക്കാം വർമ്മ സാറേ. ഋതിക മാഡത്തെ മനഃപൂർവ്വം കെണിയിലാക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. ആരോ ഒരാൾ മാഡത്തിന്റെ പിന്നാലെ ഉണ്ട്. ആരാ അത്? നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയ് രാജു. നിനക്ക് സംശയം തോന്നിയാൽ അതിലൊരു ന്യായം ഉണ്ടാവും. അത് ആരായാലും ശരി, അവനെ ഞാൻ ലോക്കപ്പിലാക്കും. പറയാൻ വർമ്മ സാറേ, ആരാണെന്ന് കണ്ടുപിടിച്ച് എല്ലാ തെളിവുകളോടും കൂടി ഋതിക മാഡത്തിന്റെ പിന്നിലുള്ള ആളെ വർമ്മ സാറിന്റെ കാൽ ചവിട്ടി ഞാൻ ഇട്ടുതരാം.